ഒരു കരിയർ ഗ്രോത്തിലൊക്കെ എത്തണമെങ്കിൽ നമുക്ക് യുണീക്കായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്ത് പോകണമെങ്കിൽ എന്തൊക്കെ സ്കില്ലുകളാണ് നമുക്ക് ഇനി ഡെവലപ്പ് ചെയ്യേണ്ടത്? നമ്മുടെ കരിയറിൽ ഒരു 1-2 വർഷം കഴിഞ്ഞാൽ നമുക്കുണ്ടാവില്ല ഒരു കരിയർ മാപ്പ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാനിങ് ഒക്കെ ശ്രീ എടുത്തു വെച്ചിട്ടുണ്ടോ? ഞാൻ കോഡിങ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന പ്ലാൻ. ഓക്കെ. അപ്പോൾ എങ്ങനെ പൊസിഷൻ കൂടുന്നതനുസരിച്ച് എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടാവുമല്ലോ, കരിയർ ഗ്രോത്ത് ഉണ്ടാവുമല്ലോ, ഒരു 2-3 വർഷം വർക്ക് ചെയ്യും. എന്തൊക്കെ സ്കില്ലുകളാണ് നമുക്കൊരു നെക്സ്റ്റ് ലെവലിൽ നമ്മുടെ ഒരു പ്രൊമോഷൻ, ഒരു കരിയർ ഗ്രോത്തിലൊക്കെ എത്തണമെങ്കിൽ നമുക്ക് യുണീക്കായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്ത് പോകണമെങ്കിൽ എന്തൊക്കെ കരിയറുകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ സ്കില്ലുകളാണ് നമുക്ക് ഇനി ഡെവലപ്പ് ചെയ്യേണ്ടതെന്ന് തോന്നിയിട്ടുണ്ടോ? ടൈം മാനേജ്മെന്റ് എന്തായാലും ഈ മെഡിക്കൽ കോഡിംഗ് എന്നുള്ള ഫീൽഡ് എന്തായാലും ടൈം മാനേജ്മെന്റ് അതിന് പ്രയോറിറ്റി കൊടുക്കും അല്ലേ? പിന്നെ റെസ്പോൺസിബിലിറ്റി, ഏൽപ്പിച്ച ജോലി കറക്റ്റ് സമയത്ത് തീർക്കാനുള്ള റെസ്പോൺസിബിലിറ്റി വേണം. ഒബീഡിയന്റ് ആയിരിക്കണം, റെസ്പോൺസിബിൾ ആവാം, ഒബീഡിയന്റ് ആവാം, എല്ലാവരോടും നല്ല റെസ്പെക്ട് ആയിട്ട് സംസാരിക്കാൻ, ബിഹേവ് ചെയ്യാൻ പറ്റണം, സംസാരിക്കും. ഓക്കെ.